അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറിയാതെ നമ്മിൽ നിന്നുണ്ടാകുന്ന ചില കാരണങ്ങൾ അത് നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്ന ഒരു വിഷയത്തെ പറ്റിയായിരുന്നു സംസാരിച്ചിരുന്നത്. അതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ദാരിദ്ര്യം ഉണ്ടാകുന്ന ചില കാരണങ്ങൾ കൂടി പറയുകയാണ്. കസറത്തിൻ നൗമി, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അധികമായി ഉറങ്ങുക എന്നുള്ളത്. വൻ നൗമു ഉരിയാനൻ ഇദാലം യസ്തതിർ ബിശൈഇൻ, ഒരാള് വിവസ്ത്രനായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുക. ഒന്നുമില്ലാതെ വിവസ്ത്രനായിട്ട് കിടന്നുറങ്ങുന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. വൽ അക്കുലു ജുനുബൻ, ജനാപത്തുകാരനായിട്ട് ഭക്ഷണം കഴിക്കുക. അതായത് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടതിന് ശേഷം ജനാപത്ത് കുളി എന്ന ഒരു രീതിയുണ്ട്. അതായത് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളി. അപ്പൊ ജനാപത്തുകാരനായ നിലയിൽ ഭക്ഷണം കഴിക്കുന്നത് വലിയ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതായി മഹത്തുക്കൾ നമ്മോട് പറഞ്ഞു തരികയാണ്. വത്തഹാബനു ബി സുഖാഖത്തിൽ മാഇദ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഒരു എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ താഴെ വീഴുമ്പോൾ അതിന് നിസാരമായിട്ട് കാണുന്നത്. ചില ആളുകൾ എന്തെങ്കിലും ചോറോ അരിയോ എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ അതിനെ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ പാത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന ഭക്ഷണ പദാർത്ഥത്തെ നിസാരമായി കാണുന്നത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ മഹത്തുക്കൾ എണ്ണി പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് വഹർഖു ഖിശ്റിൽ ബസലി വ ഖിശ്റി സൗമി, നമ്മളെ ഉള്ളി അതുപോലെ സവാളയുടെ തൊലി, അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉമ്മമാര് രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച സവാളയും മറ്റും സന്ധ്യ സമയമാകുമ്പോൾ കൊതുകിനെ ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ച് തീ കൂട്ടുമ്പോൾ പുകക്കുന്ന സമയത്ത് ഈ ഉള്ളിയുടെ തൊലിയെല്ലാം കൊണ്ട് ഇടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളിത്തൊലി കരിക്കുന്നത് വലിയ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മഹാന്മാര് എണ്ണി പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ വ കൻസുൽ ബൈത്ത് ബില്ലയില്, രാത്രിയിൽ വീട് അടിച്ചു വാരുക. വ തർക്കുൽ ഖുമാമത്തി ഫിൽ ബൈത്തി, അതുപോലെ തന്നെ ചപ്പുചവറുകൾ വീടിന്റെ അകത്ത് അലക്ഷ്യമായി ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടിയിടുക. വ നിദാഉ അൽ വാലിദൈനി ബി ഇസ്മിഹിമ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും പേരെടുത്തുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. വഗസുലുൽ യദൈനി ബിത്തീനി, ചെളിവെള്ളം കൊണ്ട് കൈ കഴുകുക, അതും ദാരിദ്ര്യം വിളിച്ചു വരുത്തും. വത്തഹാവനു ബിസ്വലാത്തി, ഇത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണേണ്ട ഒരു വിഷയമാണ്. നിസ്കാരത്തെ നിസാരമായി കാണുക. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിന് വേണ്ട ഗൗരവമൊന്നും കൊടുക്കാതെ നിസ്കരിക്കാതെ ഇങ്ങനെ നടക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളായി മഹത്തുക്കൾ എണ്ണി പറയുകയാണ്. വഹിയാത്തത്ത് സൗബി വഹുവ അലാ ബദനിഹി, ഇപ്പൊ നമ്മൾ ശരീരത്ത് ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം, ആ ശരീരത്ത് ധരിക്കലോടുകൂടി അതിനെ തുന്നുക, എന്തെങ്കിലും കീറലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരീരത്തിട്ടോണ്ട് തന്നെ തയ്ക്കുക, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. തർക്കു ബൈത്തിൽ അങ്കബൂത്തി ഫിൽ ബൈത്തി, നമ്മുടെ വീട്ടിൽ ചെട്ടിയാമ്പല, ചിലന്തി വല എന്നൊക്കെ പറയും. അപ്പൊ അത് ഒന്നും വൃത്തിയാക്കാതെ നമ്മുടെ വീട്ടിൽ ചെട്ടിയാമ്പലയും ചിലന്തി വലയെല്ലാം വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ആ വീടിന് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. വ ഇസ്റാഉൽ ഖുറൂജി മിനൽ മസ്ജിദി, ഈ ഒരു കാര്യവും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണ്. പള്ളിയിൽ നിന്ന് വളരെ ധൃതി പിടിച്ച് ഇറങ്ങിപ്പോവുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമെല്ലാം ചെറുപ്പക്കാരായ ആളുകള് ചിലപ്പോൾ ജോലിയുടെ തിരക്കായിരിക്കാം, ചിലപ്പം എവിടെയെങ്കിലും എത്തേണ്ട തിരക്കായിരിക്കാം. എന്നിരുന്നാലും പള്ളിയിൽ നിന്ന് വളരെ ധൃതി പിടിച്ച് ഇറങ്ങിപ്പോകുന്നത്
ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടാനും ദാരിദ്ര്യമുണ്ടാകുവാനും കാരണമാകുന്ന വിഷയങ്ങളിൽ മഹത്തുക്കൾ എണ്ണി പറഞ്ഞതാണ്. വത്തബക്കുരി ബിദ്ദഹാബി ഇലൽ അസ്വാഖി, ചന്തയിലേക്ക്, മാർക്കറ്റിലേക്ക് വളരെ നേരത്തെ തന്നെ, അതായത് അതിരാവിലെ തന്നെ പുറപ്പെടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തരികയാണ്. വൽ ബുത്തുഉ ഫിർ റുജൂഇ മിൻഹ, എന്നിട്ട് ചന്തയിൽ പോയി കഴിഞ്ഞാലോ ഒരുപാട് നേരം താമസിച്ച് അവിടെ നിന്ന് മടങ്ങി വരിക, അതും ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. തർക്കു ഗുസ്ലിൽ അവാനി, ഇത് നമ്മുടെ ഉമ്മ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ മാറ്റിയിടുക. ചില ആളുകൾ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളെല്ലാം രാവിലെ കഴുകാമെന്ന് പറഞ്ഞ് വാഷ് ബേസിനിൽ ഇട്ടേക്കും. എന്നിട്ട് രാവിലെ ആയിരിക്കും പലരും കഴുകുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ മാറ്റിയിടുന്നത് ആ വീട്ടിൽ വലിയ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ മഹത്തുക്കൾ എണ്ണി പറഞ്ഞു തരികയാണ്. വൽ ഇംതിഷാത്തു ബി മുഷ്തിൻ മക്സൂരിൻ, പൊട്ടിയ ചീപ്പ് കൊണ്ട് തല ചീവുക. വ തർക്കു ദുആഇലിൽ വാലിദൈനി, നമ്മെ പോറ്റി വളർത്തുന്ന, നമ്മളെ 10 മാസം ഗർഭം ചുമന്ന് നമ്മളെ പ്രസവിച്ച ഉമ്മ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ വാപ്പ, അവർക്ക് വേണ്ടിയൊന്നും ദുആ ചെയ്യാതെ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകാനും അതുപോലെ ദാരിദ്ര്യം പിടിപെടാനും കാരണമാകുമെന്നും മഹത്തുക്കൾ പറഞ്ഞു തരികയാണ്. വത്തഅമ്മുമു ഖാഇദൻ, മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക. അതുപോലെ തസറൂലു ഖായിമൻ, നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക. ഇത് നമ്മുടെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പാൻറ് ധരിക്കുമ്പം എവിടെയെങ്കിലും ഇരുന്നിട്ട് വേണം പാൻറ് ധരിക്കുക. നിന്നുകൊണ്ട് പാൻറ് ധരിക്കൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് മഹത്തുക്കൾ പറയാം. അതുപോലെ വൽ ബുഖുൽ, പിശുക്ക്, അതായത് എല്ലാ കാര്യത്തിനും അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് ചില പ്രയോഗം നടത്തുന്ന ആളുകൾ, ഞാൻ പറയുമ്പം അതാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ വൽ ഇസ്റാഫു, എല്ലാ കാര്യത്തിലും അമിതമായ ഒരു പ്രവൃത്തി ചെയ്യുക. എല്ലാം ഒരു ലെവലില്ലാതെ, അല്ലെങ്കിൽ ഒന്നിനും ഒരു പരിധിയില്ലാതെ ചെലവഴിക്കുക. വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും അല്ലാതെ പൈസ ചെലവഴിക്കാനാണെങ്കിലും അല്ലാതെ എല്ലാ കാര്യത്തിലും അമിതമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ അമിതമായി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ അതിൽ വലിയ ബർക്കത്തില്ലാത്തതും ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളിലും മഹത്തുക്കൾ എണ്ണി പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.